എനിക്കും ഇതിപ്പോ അറിയാനായിട്ട് ഒരു ആകാംക്ഷയുണ്ട്. അതറിയാൻ പറ്റും. ആ പിന്നെ ഒരു കാരണവശാലും ഹാർട്ട് സ്വീകരിച്ച ആളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പരാതി ഡോക്ടറെ അടുത്ത് എത്തുവേ. ഇല്ല, ആ ഉറപ്പ് ഞാൻ തരാം. പോരെ? എന്നാ പിന്നെ ഇവിടെ നിൽക്ക്. അച്ഛനെ പുറത്താ നിൽക്കുന്നതിനോട് വിളിച്ചു പറ, അപ്പൊ നീ വന്നോളും. പറയണം, കേട്ടല്ലോ? എന്റെ മോൻ എന്റെ അടുത്ത് ഉണ്ടായിരിക്കണം. ആ മുടിയേട്ടാ മോളെ ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞതാ. ഇതിപ്പോ എന്ത് ചെയ്യും സത്യാമ്മേ? രാഘവൻ സാറ് കുഴപ്പമുണ്ടാക്കോ? അത് മാറിക്കോളും. കാര്യമാക്കാതിരുന്നാ മതി. അവനെ കാണാതാവുമ്പോ പിള്ളേയും വിളിച്ചോണ്ട് പൊയ്ക്കോളും. വിഷ്ണുവിനെ എവിടേക്കെങ്കിലും ശാലിനി പറഞ്ഞു വിട്ടെന്നങ്ങ് പറഞ്ഞാ മതി. പറയാം, വിശ്വസിപ്പിച്ചെടുക്കുന്നതാ പാട്. എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഇന്ന് ഡോക്ടർ ലീവാ. ചിലപ്പോ കാര്യം നടന്നേക്കും. എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും ശരി, എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. രേഷ്മ തൽക്കാലം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഡോക്ടറുടെ മുറിയിൽ കയറാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിഷ്ണുവിന്റെ ഹാർട്ട് ആർക്കാ വച്ചിരിക്കുന്നേന്ന് ആ ഫയല് നോക്കി അറിയാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. ഓപ്പറേഷന്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. എനിക്കും ഇതിപ്പോ അറിയാനായിട്ട് ഒരു ആകാംക്ഷയുണ്ട്. അതറിയാൻ പറ്റും. ആ പിന്നെ ഒരു കാരണവശാലും ഹാർട്ട് സ്വീകരിച്ച ആളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പരാതി ഡോക്ടറെ അടുത്ത് എത്തുവേ. ഇല്ല, ആ ഉറപ്പ് ഞാൻ തരാം. പോരെ? എന്നാ പിന്നെ ഇവിടെ നിൽക്ക്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ ഏട്ടാ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാ തോന്നുന്നേ. അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ആണോ? എനിക്കറിയായിരുന്നു. ആദ്യത്തെ വാശിയൊക്കെ ഉള്ളൂ, പിന്നെ അച്ഛനങ്ങ് സമ്മതിക്കുമെന്ന്. ആള് സമ്മതിച്ചു ഉറപ്പല്ലേ? ഉറപ്പാ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനുള്ള ഒരുക്കത്തിലാ. പ്രകാശിനെ അച്ഛൻ ഇഷ്ടമായി. അവനെ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മറ്റു കാരണങ്ങളൊന്നുമില്ലല്ലോ. ഒരു അനാഥനായി പോയത് അവന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പിന്നെ ഒന്നുമല്ലെങ്കിൽ അവനൊരു ഡോക്ടറല്ലേ. ഒരു ഡോക്ടറെ അങ്ങനെ ചുമ്മാതെ കിട്ടത്തില്ലല്ലോ. ആ അതൊക്കെ കൊണ്ടായിരിക്കും അച്ഛന്റെ മനസ്സ് പെട്ടെന്ന് മാറാൻ കാരണം. ഇല്ലെങ്കിൽ വാശിപ്പുറത്ത് ഇവിടെ ഇപ്പൊ എന്തൊക്കെ കാണിച്ചു കൂട്ടേണ്ടതാ. എന്തായാലും സന്തോഷമായല്ലോ. നീ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതല്ലേ നടക്കാൻ പോകുന്നത്. എല്ലാം ശരിയാവും. ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കും. പക്ഷേ ഏട്ടാ, പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോ മുതൽ ട്രൈ ചെയ്യുന്നതാ. അത് ഹോസ്പിറ്റലിൽ വല്ല തിരക്കും കാണും. തിരക്ക് കഴിയുമ്പോ അവൻ നിന്നെ വിളിച്ചോളൂ. എത്ര സമയമെന്ന് വെച്ചാ കാത്തിരിക്കുന്നേ. ഇത് യാതൊരു റെസ്പോൺസും ഇല്ല. എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. നീ ഫോൺ കട്ട് ചെയ്തോ. ശരി. മോനെ പറയടാ. അമ്മേ, എന്താമ്മേ ചന്ദ്രയുടെ കാര്യങ്ങളൊക്കെ? സ്റ്റേഷനിൽ നിന്ന് വന്ന ശേഷമുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അതെന്താ ഇനി അറിയാനിരിക്കുന്നത്? പന്തലിടണം, ആൾക്കാരെയൊക്കെ വിളിക്കണം, ഒരു സദ്യയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. പൊന്നാങ്ങൾ ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും പോയി കിടക്കുവാണല്ലോ. അപ്പൊ കൊമ്പൻ അടി പതറി വീണു അല്ലേ? മക്കളുടെ നിർബന്ധത്തിന് മുന്നിൽ ഇപ്രാവശ്യം അടി പതറിന്ന് പറഞ്ഞാ മതിയല്ലോ. മോനെ ശിവ, എന്താന്നറിയില്ല, വലിയ സന്തോഷത്തിലാ നിന്റെ അച്ഛൻ. കല്യാണ ലെറ്റർ അടിക്കാനെന്നും പറഞ്ഞ് പോയിരിക്കുക. എന്തായാലും അവളുടെ ആഗ്രഹം പോലെയൊക്കെ നടന്നല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. അല്ല, ഇനി നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? ചെറുക്കനെയും പെണ്ണിനെയും മണ്ഡപത്തിലേക്ക് കേറ്റുമ്പോഴെങ്കിലും തിരക്കുള്ള പൊന്നാങ്ങളെ വരുവോ ആവോ? അച്ഛൻ വിളിക്കട്ടെ. വിളിച്ചാ ഞാൻ വരും. എടാ,
അച്ഛൻ വിളിച്ചിട്ട് വേണോടാ പെങ്ങടെ കല്യാണത്തിന് വരാൻ. മോനെ, അച്ഛൻ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. വാശിയും വൈരാഗ്യവും ഒന്നും ഇപ്പൊ ഉള്ളിലില്ല. നീ ഇങ്ങനെ നടക്കുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരും. എന്റെ പെങ്ങളുടെ കല്യാണമല്ലേ, ഇതങ്ങ് ആർഭാടമായിട്ട് നടത്തും. ഉം. എന്താ ഏട്ടാ? എടി, ഒരു കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ നീ ആഗ്രഹിച്ച പോലെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവന് തിരക്കായിട്ടായിരിക്കും നിന്നെ വിളിക്കാത്തത്. അവൻ ഫ്രീ ആകുമ്പോൾ നിന്നെ വിളിച്ചോളും. പിന്നെ നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വേണേ പ്രകാശിനെ ഒന്ന് അന്വേഷിക്കും കൂടി ചെയ്യാം. അതുപോലെ ശരി ഏട്ടാ. ശരി, എന്നാ വെച്ചോ. എന്നാലും ഈ പ്രകാശത്ത് എവിടെ പോയി? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആന്റണി, ഇത് ഡേവിസ്. ഞങ്ങളെ പറഞ്ഞ ചിലപ്പോൾ മാഡത്തിന് മനസ്സിലാവണമെന്നില്ല. എൻ്റെ അപ്പനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ മാഡത്തിന് അറിയാൻ കഴിഞ്ഞേക്കും. പ്ലാമൂട്ടിൽ യോഹന്നാൻ. ഓ, യോഹന്നാൻ അങ്കിളിന്റെ മകനാണോ? അതെ, ആ ഞാൻ പെങ്ങളുടെ മകനും. ആ, എന്താ ഈ ആശ്രമത്തില്? സ്വാമിയെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യം പറയാനാണോ? അപ്പം പറഞ്ഞു വിട്ടത് സുസ്മിത മാഡത്തെ കാണാൻ തന്നെയാ. ഞങ്ങൾ വരുന്ന കാര്യം എന്താണെങ്കിലും അത് സുസ്മിത മാഡത്തിനെ സാധിച്ചു തരാൻ പറ്റൂ എന്നും അപ്പം പറഞ്ഞു. ഞാൻ യോഹന്നാൻ അങ്കിളിനെ കണ്ടിട്ട് ഇപ്പൊ കുറച്ചധികം നാളുകളായി. നേരത്തെ മേയറായിരുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ. എന്തായാലും നിങ്ങൾ വന്ന കാര്യം പറ. നെൽകൃഷി ഉണ്ടായിരുന്ന കാലത്ത് കണ്ണെത്താ ദൂരം നീണ്ടു നിവർന്ന് കിടക്കുന്ന ചെറുവള്ളിപ്പാടം ഇന്നത് ആർക്കും വേണ്ടാത്ത പാടശേഖരമായിട്ട് ചുമ്മാ കിടക്കുവാണ്. പാടം നികത്തി വീട് വെക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ക്യാൻസർ രോഗികൾക്കുള്ള ആതുരാലയങ്ങൾ കെട്ടിപ്പോക്കാം. അതാവുമ്പോ ചാരിറ്റി പ്രവർത്തനം എന്നുള്ള ലേബലിൽ ചെറുവള്ളിപ്പാടം കുറേശ്ശായിട്ട് നികത്തി നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കുകയും ചെയ്യാം. ഈ പൂർണ്ണ സ്വരൂപാനന്ദ യോഗീശ്വര ട്രസ്റ്റിന്റെ കീഴിലാവുമ്പോ അതിനൊരു പവിത്രതയും സ്വീകാര്യതയും ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ ഈ ആശയം അപ്പനോട് പറഞ്ഞപ്പോ അപ്പനാ പറഞ്ഞത് മേഡം ഈ ആശ്രമത്തിലുണ്ടെന്നും പോയി കാണണമെന്നും. ആശയം കൊള്ളാം. ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന പ്രോജക്റ്റ് എന്ന നിലയിൽ എന്ത് തുടങ്ങിയാലും എതിർപ്പുകൾ ഉണ്ടാവില്ല. അതിന് സർക്കാരിന്റെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യാം. പക്ഷേ സ്വാമി പൂർണ്ണ സ്വരൂപാനന്ദ യോഗീശ്വര ട്രസ്റ്റ് ഇതിൽ താല്പര്യം കാണിക്കില്ല. കാരണം ഈ ട്രസ്റ്റ് എന്ത് പ്രവൃത്തികൾ നടത്തിയാലും അസോസിയേറ്റ് പാർട്ട്നേഴ്സിനെ ക്ഷണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഇത് നടക്കില്ല. മറ്റൊരു ട്രസ്റ്റ് രൂപീകരിച്ച് സ്വാമിയുടെ സപ്പോർട്ടോടു കൂടി ജനനന്മ മാത്രം കരുതി ഇത് നടപ്പിലാക്കിയാലോ?